ഈ കാണുന്നത് കറുകയാണ്, അല്ലെങ്കിൽ ബർമുഡ ഗ്രാസ്, സ്കച്ച് ഓർ ദുർവ ഗ്രാസ് എന്ന് പറയുന്ന കറുകയാണ്. കറുകയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ഗ്രാസ്. വളരെ സ്മോളായിട്ടുള്ളൊരു സസ്യമാണ്. ഇത് മെയിനായിട്ടും ഞങ്ങളുടെയൊക്കെ ഈ ഒരു ഏരിയയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയാട്ടോ. ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകില്ലേ, ആ ഒരു ടൈമിൽ ഗണപതിക്ക് ആണിത് മെയിനായിട്ടും പറിച്ച് മാലയൊക്കെ കെട്ടി അല്ലെങ്കിൽ അല്ലാതെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം വിഘ്നങ്ങൾ അകറ്റാൻ ആണ് നമ്മൾ കറുക യൂസ് ചെയ്യുന്നത്, ഗണപതിക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഫോളോ ചെയ്ത് ആളുകൾ പോകുന്നത്. ഞാനുമൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകുന്നതാണ്. ബലിതർപ്പണത്തിലും കറുക യൂസ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് കറുകയാണുള്ളത്. ഒന്ന് നീലത്തണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു വയലറ്റ് ഷെയ്ഡ്, ആ ഒരു ടൈപ്പിലുള്ളൊരു കറുകയും അതിൻ്റെ തണ്ടാട്ടോ, സ്റ്റെം, ആ ഒരു പോർഷൻ. പിന്നെ പറയുന്നത് വെള്ളക്കറുകയാണ്. അതായത് ആ സ്റ്റെമ്മിൻ്റെ പോർഷൻ വെള്ളയാണ്. ഈ 2 ടൈപ്പാണ് പറയുന്നത്. കൂടുതലും ഇത് സൂര്യപ്രകാശം ഉള്ളിടത്താണ് ഇഷ്ടം പോലെ വളരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഗരപ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ഇഷ്ടം പോലെ പുല്ലെന്ന് പറയുന്ന സാധനം കൊണ്ടിട്ടാലേ അങ്ങ് സ്പ്രെഡ് ആകും ഇവിടെയൊക്കെ. സോ ഇവിടെ ഇഷ്ടം പോലെ പെട്ടെന്ന് വളരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സൈനോഡോൺ ഡാക്ടിലോൺ എന്നാണ്.